മറ്റാരുണ്ട് LDF അല്ലാതെ? മാനന്തവാടിയിൽ മറ്റാരുണ്ട് കേളുവേട്ടനല്ലാതെ എന്ന ടാഗ് ലൈനോടുകൂടിയാണ് LDFിൻ്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഇത്തവണയും OR കേളുവാണ് മാനന്തവാടിയിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി. രണ്ടാം ഘട്ട പ്രചരണം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം OR കേളു ചേരുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് വയനാട്ടുകാർ അല്ലെങ്കിൽ മാനന്തവാടിക്കാർ ഇത്തവണയും താങ്കൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം? അതെ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വോട്ടർമാരോട് പറഞ്ഞുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. 5 വർഷമല്ല 10 വർഷക്കാലം നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ എണ്ണം വിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പല ആവർത്തിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. വയനാടിൻ്റെ ചിരകാല അഭിലാഷമായിട്ടുള്ള മെഡിക്കൽ കോളേജ് നമ്മളിവിടെ പ്രാവർത്തികമാക്കി. പുതിയ നഴ്സിംഗ് കോളേജ് ആരംഭിച്ച് 3 വർഷം പിന്നിടുന്നു. പുതിയ റോസ കോളേജ് നമ്മളിവിടെ പ്രാവർത്തികമാക്കി. പുതിയ പോളിടെക്നിക് കോളേജ് നമ്മൾ പ്രാവർത്തികമാക്കി. പുതിയ IT കോളേജ് നമ്മളിവിടെ പ്രാവർത്തികമാക്കി. വയനാട് ജില്ലയിലെ ക്യാൻസർ സെൻറ്റർ നമ്മൾ യാഥാർത്ഥ്യമാക്കി. പുതിയ വനിതാ കോർപ്പറേഷൻ കൊണ്ടുവന്നു. പുതിയ SC/ST കോർപ്പറേഷൻ കൊണ്ടുവന്നു. പുതിയ പിന്നോക്ക കോർപ്പറേഷൻ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും നമ്മൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. മാനന്തവാടി മണ്ഡലത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും നമ്മൾ നവീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കുറേ നവീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വികസനങ്ങളെല്ലാം കൃത്യമായി മാനന്തവാടി മണ്ഡലത്തിലെ വോട്ടർമാർ മുമ്പാകെ എണ്ണിപ്പറഞ്ഞ് വെച്ചുകൊണ്ടും ഇനിയും മാനന്തവാടിൻ്റെ വികസനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ വലിയ നുണപ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ നേരത്തെ താങ്കൾ പ്രസംഗത്തിൽ വിശദീകരിച്ചു. അത്തരത്തിലൊരു നുണപ്രചരണം നടക്കുന്നുണ്ടോ? അത് നുണപ്രചരണം നടക്കുന്നുണ്ട്. അവർ പറഞ്ഞ് ഇവിടെ വന്യമൃഗ ശല്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന്. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി MLA-മാരുടെ അസറ്റ് ഫണ്ടിൽ 2 കോടി രൂപ നീക്കിവെച്ച് ആന പ്രതിരോധ വേലി നിർമ്മിക്കുന്നത് ഈ മാനന്തവാടി മണ്ഡലത്തിലാണ്. അതവർ കാണുന്നില്ല. അതേപോലെ തന്നെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 6 കോടി രൂപ നമ്മുടെ പാൽ വെളിച്ചം കൂടൽക്കടവാത്ത്, നിങ്ങൾക്കും വേണമെങ്കിൽ ഇപ്പോൾ പോയി കാണാം. നമ്മൾ നേരത്തെ ആ വനം മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ നിങ്ങൾക്കതിൽ പങ്കെടുത്തതാണ് ഞാൻ ഓർക്കുന്നത്. അത് ആർക്ക് വേണമെങ്കിൽ നമ്മൾ റെയിൽ ഫെൻസിങ് നമ്മൾ നിർമ്മിച്ച് 6 കിലോമീറ്ററാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വയനാട് പാക്കേജ് ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നമ്മളെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ മാനന്തവാടിയിലും വയനാട് ജില്ലയിലും വന്യമൃഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പല പദ്ധതികളും നേരിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാണാതെയൊക്കെയാണ് ഇവർ വന്യമൃഗത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഈ 72-ലെ നിയമം കൊണ്ടുവന്നിട്ടുള്ള ഇവർ ആ നിയമം ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് നമ്മൾ ആവർത്തിച്ച് നമ്മൾ വയനാട് ജില്ലയിലെ പിന്നെ പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുന്നത്. പക്ഷെ അവർ പ്രതികരിക്കുന്നേയില്ല. അതിന് വേണ്ടിയിട്ട് MP ഫണ്ട്, എന്നാൽ പിന്നെ ഒരു MP ഫണ്ട് ഒരു 25 ലക്ഷം രൂപ ഇതാ ആന പ്രതിരോധ വേലിക്ക് MP-ൻ്റെ വക എന്ന് പറഞ്ഞിട്ട് അവർ നീക്കി വെച്ചോ? അവർ നീക്കി വെക്കുന്നില്ല. അവർ ഒരു കാര്യം ചെയ്യാതിരിക്കുകയും നമ്മൾ ചെയ്ത കാര്യത്തെ കണ്ടില്ല എന്ന് നടിച്ച് ഈ നുണയാണ് ഈ തെരഞ്ഞെടുപ്പ് അവർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നുണപ്രചരണത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് UDF ഇവിടെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കം തൊട്ട് ഈ അവസാനം വരെ ലാപ്പിലും അവർ ഈ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജനം തിരിച്ചറിയില്ല. കാരണം ജനം ഇന്ന് പഴയ പോലെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഫുൾ വർക്കൗട്ടാണ്. എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങളുടെ വാർത്താ ചാനലും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. യാഥാർത്ഥ്യബോധത്തോടെ തെളിവ് സഹിതം എല്ലാവരും അത് കാണുകയില്ലേ? അപ്പോൾ ഇങ്ങനെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുക? 2 തവണ ജയലക്ഷ്മിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. രണ്ടാമത്തെ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കോൺഗ്രസിലൊക്കെ വലിയ പടലപ്പിണക്കങ്ങളുണ്ടെന്നൊക്കെ ഈ അടുത്തൊക്കെ വിവാദങ്ങളൊക്കെ ആയിട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് ഒന്നിച്ച് ഐക്യകണ്ഠേന ഒരുമിച്ച് കേളുവേട്ടനെ തോൽപ്പിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ ഇപ്പോൾ കേളുവേട്ടൻ്റെ ഒരു പ്രതികരണം? അതെ, എതിർ സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥിനെ പരാജയപ്പെടുത്തണമെന്നല്ലേ അവർ ചിന്തിക്കുകയുള്ളൂ. അത് ആരായാലും അങ്ങനെ തന്നെയല്ലേ. അത് അവരവരെ പണിയെടുക്കുന്നുണ്ട്, നമ്മളെ പണിയെടുക്കുന്നുണ്ട്. UDFൻ്റെ മണ്ഡലത്തിലാണ് നമ്മൾ 2 തവണ വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ തവണയും വിജയിക്കും. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഈ വികസനപ്രദമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ നന്നായി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തും. കഴിഞ്ഞ 2 തവണയും അങ്ങനെ തന്നെയാണ് എന്നെ വിജയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അവരുടെ പടലപ്പിണക്കം ഒക്കെ അവരുടെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് നമ്മൾ അതിലൊന്നും അഭിപ്രായങ്ങൾ പറയുന്നില്ല. ഇത്തവണ കേളുവേട്ടൻ ജയിക്കുകയാണെങ്കിൽ യുവാക്കൾക്ക്
പ്രത്യേകിച്ച് മാനന്തവാടിയിലെ മണ്ഡലത്തിലെ യുവാക്കൾക്ക് അവർക്ക് ഒരു പ്രോത്സാഹനം നൽകുന്ന എന്തെങ്കിലും പദ്ധതികൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ? യുവാക്കളെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പോളിടെക്നിക് കൊണ്ടുവന്നത്. അവരെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ IT കോളേജ് കൊണ്ടുവന്നത്. അതായത് ഇന്ന് യുവാക്കൾക്ക് ജോലി വേണം. ജോലി വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കണം. അപ്പോൾ കൃത്യമായിട്ട് മാനന്തവാടിയിലെ യുവാക്കളെ ഫോക്കസ് ചെയ്തുകൊണ്ടും അവരുടെ ഭാവി കണ്ടുകൊണ്ടുമാണ് മാനന്തവാടി ദ്വാരകയിൽ നമ്മൾ പോളിടെക്നിക് കൊണ്ടുവന്നത്. അവിടെ തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. വെള്ളമുണ്ടയും നമ്മൾ IT കോളേജ് കൊണ്ടുവന്നതും യുവാക്കളെ ലക്ഷ്യം വെച്ചാണ്. അവിടെയും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ 2 കോളേജ് തന്നെ നമ്മൾ മുൻകൂട്ടി തന്നെ മാനന്തവാടി മണ്ഡലത്തിലെ യുവാക്കൾക്ക് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ SC/ST വിഭാഗത്തിൻ്റെ, അത് തൊണ്ടർനാട് പഞ്ചായത്തിലെ അവിടെ ഒരു STIT കോളേജാണ് നമ്മൾ ഇനി ലക്ഷ്യം വെക്കുന്നത്. അവിടെ ആ STIT കൊണ്ടുവന്നിട്ട് മാനന്തവാടിയിലെയും വയനാട് ജില്ലയിലെയും SC/ST വിഭാഗത്തിൽപ്പെട്ട യുവാക്കളെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിച്ച് അവർക്കും ഈ തൊഴിൽ മേഖലയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു പദ്ധതിയാണ് പുതിയതായിട്ട് നമ്മൾ ആലോചിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ റോഡ് പദ്ധതിയെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ, അതിനും ഈ ഗവൺമെൻറ് തന്നെയല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ റോഡ് അതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാനടക്കം പോയിട്ട് ആ കാര്യങ്ങൾ നേരിട്ട് പരിശോധിച്ചു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മന്ത്രിയാകുന്നതിൻ്റെ മുമ്പിൽ തന്നെ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു, സബ്മിഷൻ ഉന്നയിച്ചു. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന് ഡിസിഷൻ എടുത്തു. നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സർവേ എടുത്തു. സർവേ പൂർത്തീകരിച്ചതിന് ശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ DPR തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തുടർ നടപടിയിൽ അങ്ങനെ നീണ്ടു പോവുകയാണ്. അത് യാഥാർത്ഥ്യമാക്കുമെന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. 2 തവണ കേളുവേട്ടന് വോട്ട് ചെയ്തു. ഇനി കേളുവേട്ടന് വോട്ട് ചെയ്യാൻ എന്താ കാര്യം, അല്ലെങ്കിൽ എന്തിന് വോട്ട് ചെയ്യണം? കേളുവേട്ടൻ എന്തൊരു മറുപടി? അതെ, ഇനിയും എനിക്ക് വോട്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹം, ഇനി ശേഷിക്കുന്ന ആഗ്രഹം എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജ് മാനന്തവാടി നമ്മൾ പ്രാഥമികമായി യാഥാർത്ഥ്യമാക്കി. ജില്ലാ ആശുപത്രിയിൽ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ആ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് മെഡിക്കൽ കോളേജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനന്തവാടി അമ്പുകുത്തിയിൽ 28 ഏക്കർ ഭൂമി ഇപ്പം നമ്മൾ ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. വനത്തിൻ്റെ വെസ്റ്റേൺ ഫോറസ്റ്റ് ആയതുകൊണ്ട് 28 ഏക്കർ ഭൂമി ഇപ്പം നമ്മൾ വനം വകുപ്പിന് നമ്മൾ കൈമാറി. തുടർന്ന് അവർ ഈ 28 ഏക്കർ വിട്ടു തന്നുകൊണ്ടുള്ള നടപടി നമുക്ക് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പരിപ്രേക്ഷ്യയിലേക്ക് വിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത് പരിശോധിച്ചു, ഈ സ്ഥലം സന്ദർശിച്ചു. ആ സ്ഥലത്ത് കിടക്കുന്ന മരങ്ങളൊക്കെ ഇപ്പോൾ മുറിച്ച് മാറ്റാനും എണ്ണത്തിനും വേണ്ടിയിട്ട് അതിൻ്റെ സർവേ എല്ലാം പൂർത്തീകരിച്ച് മരത്തിനൊക്കെ നമ്പറിട്ട് അതിവേഗം അതിൻ്റെ നടപടികൾക്ക് പോവുകയാണ്. അപ്പോൾ ആ സ്ഥലം ഇങ്ങോട്ട് വിട്ട് കിട്ടുന്നതോട് കൂടിയിട്ട് മെഡിക്കൽ കോളേജിൻ്റെയും നഴ്സിംഗ് കോളേജിൻ്റെയും അക്കാദമിക് ബ്ലോക്ക് മാനന്തവാടിയിൽ യാഥാർത്ഥ്യമാക്കണമെന്നുള്ളതാണ് എനിക്ക് ഇനി ശേഷിക്കുന്ന ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് മാനന്തവാടിയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് ഈ പ്രാവശ്യം ഒരിക്കൽ കൂടി വോട്ട് ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. 2 തവണ നടക്കാം. 2 തവണ വലിയ ഭൂരിപക്ഷത്തിൽ, ആദ്യം 2000 ആയിരുന്നു, പിന്നീട് 9000 ആയി. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമോ? എന്താ ഗ്രൗണ്ടിൽ നിന്നുള്ള പഠിച്ചൊരു റിയാലിറ്റി എന്താ? അതെ, റിയാലിറ്റി എന്ന് പറയാൻ അല്ല, ഞാൻ ചെയ്ത കണക്ക് പ്രകാരം ഒരു 25,000 വോട്ടിന് ജയിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള വികസനവും മാനന്തവാടി ജനങ്ങളോട് ഇടപെട്ട രീതിയും വെച്ചിട്ട് ഒരു 25,000 വോട്ടിന് ഞാൻ ജയിക്കേണ്ടതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും പശ്ചാത്തലം UDFൻ്റെ വേരോട്ടമുള്ള ഒരു മണ്ണായതുകൊണ്ട് ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല, ഉറപ്പാണ്. അതുതന്നെയാണ് വിജയപ്രതീക്ഷയിൽ കുറഞ്ഞൊന്നുമില്ല എന്ന് തന്നെയാണ് OR കേളു പറയുന്നത്. ഏതായാലും 2ാം ഘട്ട പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.